ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില പ്രാർത്ഥനക്കാരെയും ചില കൗൺസിലേഴ്സിനെയും ചില ആത്മീയ ഗുരുക്കന്മാരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും പ്രാർത്ഥനക്കാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചതിന് ഇത്രയും രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. കൗൺസിലറിനെയോ പ്രാർത്ഥനക്കാരനെയോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നമൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി തരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവര് വന്ന് പ്രാർത്ഥിച്ച് കുറെ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുറെ പ്രശ്നങ്ങൾ കൂടി കണ്ടുപിടിച്ച് നിങ്ങളുടെ മനസ്സിനെ വല്ലാത്ത കണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥപ്പെടുത്തി. അതുവരെ അല്പസമാധാനം ഉണ്ടായിരുന്നു, കുറച്ച് സമാധാനക്കേടെ ഉള്ളായിരുന്നു. കൗൺസിലർ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനക്കാരൻ വന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോയപ്പോ ഇപ്പൊ ഒരു സമാധാനവും ഇല്ല. അപ്പൊ വന്നിട്ട് കേറി ഇറങ്ങി പോയതാരാ? ദൈവസ്വരല്ല. അങ്ങനെ തന്നെ നമ്മൾ അതിനെടുക്കണം. ഒരു കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് പോയി കൗൺസിലിംഗ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിന് അല്പം സമാധാനവും ശാന്തതയും സൗഖ്യവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ ദൈവാത്മാവാണ് സംസാരിച്ചത്. അതല്ല നിങ്ങൾക്ക് വല്ലാതെ കണ്ട് ഭാരപ്പെടുത്തി അസ്വസ്ഥതകൾ ഉണ്ടാക്കി. ഓക്കെ, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന്റെ പാപത്തെ ഓർത്താണെങ്കിൽ ഓക്കെ, കൗൺസിലിംഗിന്റെ സമയത്ത് നിന്റെ പാപത്തെ വെളിപ്പെടുത്തി തന്നിട്ട് അതോർത്ത് നിനക്ക് അസ്വസ്ഥത ഉണ്ടാകും, ദാറ്റ്സ് ഫൈൻ. അതല്ലാതെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളിലൂടെ പിന്നാമ്പുറങ്ങളിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കൗൺസിലേഴ്സോ പ്രാർത്ഥനക്കാരോ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചതിന് ഇത്ര രൂപ പ്രതിഫലം വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ദാനമായി കിട്ടി ദാനമായി കൊടുക്കാനാണ് ആര് പറയുന്നത്? വചനം പറയുന്നത്. അതുകൊണ്ട് വചനത്തിനെതിരെ പരിശുദ്ധാത്മാവ് ഒരിക്കലും സംസാരിക്കില്ല. കാരണം വചനം പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ വന്ന് മറ്റൊരു പ്രാർത്ഥനക്കാരനിലൂടെ എന്നിലൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് വിപരീതമായതോ വിരുദ്ധമായതോ സംസാരിച്ചാൽ അവരിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല. ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സൗഖ്യത്തിന്റെ ആത്മാവാണ്. എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പ്രാർത്ഥനക്കാരനെയും വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നിയാല്, കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയാല് വികാരിയച്ഛൻ്റെ അടുത്ത് പോയി പറയാ, വികാരിച്ച ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ബ്ലെസ് ചെയ്യാവോ, ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചരിക്കാവോ. ആ ദേശത്തിന്റെ ആത്മീയ അധികാരിയാണ് വികാരിയച്ഛൻ. അധികാരിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അധികാരത്തോടുകൂടി നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭവനം, ഭവനത്തിന്റെ അന്തരീക്ഷം, ഭവനത്തിന്റെ ചുറ്റുപാടുകളെ വെഞ്ചരിക്കുക മതി. ഇതെല്ലാം ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പ്രാർത്ഥനക്കാരൻ പറയാണ്, കൗൺസിൽ പറയാണ്, അതെ നിങ്ങളുടെ വീട്ടിന്റെ ഇടത്തും വലത്തും പടിഞ്ഞാറും തെക്കും കിഴക്കൊക്കെ ആരൊക്കെ എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ അവിടെ ഈ മുറിയിൽ ഇന്ന സ്ഥലത്ത് താഴെ എന്തോ കുഴിച്ചിട്ടുണ്ട്. ഓക്കെ, ചാച്ചിയോ അല്ലെ JCB ഒക്കെ വിളിച്ചുകൊണ്ടിട്ട് ഒരു സൈഡിൽ നിന്ന് മാന്താൻ തുടങ്ങണം അല്ലേ? വീടിനുള്ളിൽ JCB കയറാത്തത് കൊണ്ട് ചെറിയ പിക്കാസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ രൂപീകരിക്കുന്ന മുറിയിലെ ടൈലിനടിയിലാണല്ലോ അത് കുഴിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നല്ല ടൈലാണ്, അതെങ്ങനെയെങ്കിലും പുതിയ വീടാണ്, അതെങ്ങനെയെങ്കിലും കുത്തിപ്പൊളിച്ചിട്ട് പുറത്തിറങ്ങണം. ഇതല്ലേ ഇന്നലകളിൽ പലരും ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന പലരും ചെയ്തതും. നമുക്കെതിരെ ശത്രുക്കൾ എന്തും ചെയ്തോട്ടെ, നമ്മൾ ശത്രുവിന്റെ കരുത്തിലല്ല ദൈവത്തിന്റെ ബലത്തിലാണ് വിശ്വസിക്കുന്നത്. പിശാചിനെ തോൽപ്പിക്കാൻ ദൈവത്തിന്റെ ശക്തിക്ക് സാധ്യമാണല്ലോ. ദയവായിട്ട് അങ്ങനെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ട്, ഞങ്ങളിത് എടുത്തു തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരികയോ വരാൻ സാധ്യത ഉണ്ടാവുകയോ അങ്ങനെ ഏതെങ്കിലും പ്രാർത്ഥനക്കാരെ കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്താൽ ദയവായിട്ട് ആ വ്യക്തി വീടിനുള്ളിലേക്ക് അടുപ്പിച്ചേക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വികാരിച്ചന്റെ അടുത്ത് പോയിട്ട് കുറച്ച് അന്നാമ്പെള്ളം വെഞ്ചരിച്ച് മേടിച്ചിട്ട് നിങ്ങൾ പറമ്പിലെല്ലാം തളിക്കുക. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി നിങ്ങളുടെ ദേശത്ത് കുടുംബത്തിൽ നിങ്ങൾ കാൽ വയ്ക്കുക. ഒരു തിന്മയും നിങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഉള്ളിലുള്ളവനെ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്.